ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വളരെ ദിവസങ്ങളായി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പലയിടത്തും എൻ്റെ വീട്ടിലും പലയിടത്തും ഞാൻ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അതിൽ നിന്നും ഫലം കണ്ടു. ഞാൻ ഒരു ആപ്പിൾ ട്രീ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു നെല്ല് ചെയ്തു. നിങ്ങൾ നോക്കുക, 3 മെതേഡ് കായ്ക്കാത്ത മരങ്ങൾക്ക് ഒരു 2-3-4 മാസത്തിനുള്ളിൽ, ഈവൻ 1 ഇയറിനുള്ളിൽ തന്നെ ശരിയായ ഫലം കിട്ടും. അത് കായ്ക്കും എന്നുള്ള ഉറപ്പോടെയാണ് ചെയ്യുന്നത്. അത് പരീക്ഷിച്ച് നോക്കിയതുമാണ്. അപ്പം ഞാൻ കാണിക്കുന്നത് ഇതൊരു ഹോൾ ഇട്ടോ. 3 മെത്തേഡ് കാണിക്കും. ഒന്നാമത്തെ മെത്തേഡ് ഇതൊരു ഹോൾ ഇടുക ബ്രാഞ്ചിൽ. ഈ ബ്രാഞ്ച് മാത്രം ഉപയോഗിക്കാവൂ. ഇപ്പോൾ ഈ കാണിച്ചതിന് ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കി. ഇതൊരു മെത്തേഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹോളിനകത്തോട്ടൊരു റിങ് കിടക്കുക. ഇരുമ്പിൻ്റെ റിങ് കയറ്റുക. റിങ് നമ്മൾ ഇതുപോലെ തന്നെ റിങ് ഇടുക. ഈ റിങ് ഇതിടുക. ഇതാണ് ഒരു മെത്തേഡ്. ഈ റിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു പ്രത്യേക ഫോഴ്സ് ഫോം ചെയ്യും. ഇതെല്ലാ ബ്രാഞ്ചുകളിലേക്കും പോവുകയും ഇത് കായ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു മെത്തേഡ്. കാണിക്കാൻ ഇതുപോലുള്ള വെയിറ്റ്, ഞാനിത് മണലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ഇങ്ങനെ എടുത്തിടുക. പ്രത്യേക ഫ്രൂട്ടുള്ള ഒരു പ്രത്യേക ടെൻഡൻസി ഇത് ഫോം ചെയ്യും, ഒരു ഫോഴ്സ് ഫോം ചെയ്യും. ഇതും ഫ്രൂട്ട് ഉണ്ടാകാനുള്ള വേറൊരു മെത്തേഡാണ്. ഇത് 2 മെത്തേഡ് ഇപ്പം ഞാനിവിടെ കാണിച്ചു. ഈ റിങ് ഈ ഹോളിൽ ഉണ്ടാക്കിയ ഹോളിനകത്തൂടെ റിങ് ഇടുവാണ്. ഇപ്പോൾ ഞാൻ ഈ റിങ് ഇത് ഇട്ടിരിക്കുന്നു. ഈ റിങ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 2-4 മാസത്തിനകത്ത് റിസൾട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. പിന്നെ ഞാൻ അടുത്ത ഈ ബ്രാഞ്ചിൽ ഞാനൊരു വെയിറ്റ് ഇടുവാണ്. ഇത് വെയിറ്റ് എന്ന് പറഞ്ഞൊരു മണൽ കെട്ടി പ്ലാസ്റ്റിക് കൂടി ഇടുവാണ് ചെയ്യുന്നത്. അതിപ്പം ഇത് രണ്ടിടുമ്പോൾ ഇതൊരു ഫോഴ്സ് ട്രീയിലുണ്ടാകുന്നു. അത് കാരണം ഇത് കായ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. ഇത് പലയിടത്തും ഞാൻ ഔട്ടർ ഈ തൊലി മാത്രം കളഞ്ഞാൽ മതി. ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിനിങ്ങോട്ട് മറ്റേ ഇതിൻ്റെ എനർജി ഒന്നും പോവുകയില്ല. അതുപോലെ ഇത് സെയിം മെത്തേഡ് ചെയ്താണ് ഈ ലെമൺ പ്ലാന്റിൽ ഇത് കായ്ക്കാൻ തുടങ്ങി. താങ്ക് യു സോ മച്ച്. അടുത്തതാണ് ഗൂസ്ബെറിയിൽ ഇത് സെയിം പ്രോഗ്രാം റിങ് ഇട്ടതാണ്. ഇത് ഇതുപോലെ കായ്ക്കാൻ തുടങ്ങി. ഓക്കെ, താങ്ക് യു. കൂട്ടുകാരെ, മരത്തിൻ്റെ ശാഖയിൽ ഒരു ഹോൾ ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കുക. അതിൽ ഒരു സ്റ്റീൽ വളയം അല്ലെങ്കിൽ സ്റ്റീൽ വയറ് റിങ് ഇടുക. ഇതിനെ റാഗിങ് അല്ലെങ്കിൽ ഹൂപ്പിംഗ് എന്ന് പറയുന്നു. ഈ ഉണ്ടാക്കുന്ന ചെറിയ ഹോളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും ഇതുമൂലം ചെടിയിൽ നിന്ന് കിട്ടേണ്ട പോഷകങ്ങൾ കുറയുകയും അത് മുഖാന്തരം കൂടുതൽ പൂക്കാനും കായ്ക്കാനും കാരണമാകുന്നു. കാണുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. ബ്രാഞ്ചുകളിൽ ചെറിയ ഭാരം തൂക്കിയിടുന്നു. ഈ രീതി മൂലം വളർച്ചാ ഹോർമോണുകളുടെ ഒഴുക്ക് ശാഖയിൽ മന്ദഗതിയാവുകയും ഇതിൽ മരത്തിൽ ഊർജ്ജം വളരുകയും ചെയ്യുന്നു. അങ്ങനെ ഇലകളിൽ സമൃദ്ധമായി പൂക്കളും പഴങ്ങളും ഉൽപ്പാദിക്കാൻ തുടങ്ങുന്നു. കാണുന്ന മൂന്നാമത്തെ മെത്തേഡാണ്. ശാഖയിൽ 1.5 ഇഞ്ച് പുറംതൊലി മാറ്റുകയും അങ്ങനെ കമ്പിയൻ ലെയർ ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ മരത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ശാഖയിലായിട്ട് കിട്ടേണ്ടതായ ഊർജവും ഫലവും അതിൻ്റെ ഗുണങ്ങളും പാസ് ചെയ്യാതിരിക്കുകയും അവിടെ സമ്മർദ്ദം ചെലുത്തുകയും അതുമൂലം ഇതിന് കൂടുതൽ ഫലങ്ങൾ കിട്ടാൻ കാരണമായി തീരുന്നു. താങ്ക് യു.